നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇൻസ്റ്റഗ്രാം സുഹൃത്തിൽ നിന്ന് ഗർഭിണിയായ 18-കാരിയായ മകളെ കുടുംബത്തിന്റെ മാനം രക്ഷിക്കാൻ വേണ്ടി അച്ഛനും ബന്ധുവും ചേർന്ന് നദിയിൽ മുക്കിക്കൊന്നു എന്നുള്ള അതിദാരുണമായിട്ടുള്ള വാർത്തയാണ് പുറത്തുവരുന്നത്. തെക്കൻ ഡൽഹിയിലെ തിഗ്രി ബസൗനി ഗ്രാമവാസിയായ ലോക്പാൽ സിംഗും ഇയാളുടെ ബന്ധു എന്നിവരെ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ആഗ്രയിലെ ചമ്പൽ നദിയിൽ വെച്ച് ജൂലൈ 31-നായിരുന്നു മനസാക്ഷിയെ ഞെട്ടിച്ച ഈ അരുംകൊല നടന്നത്. 8-ാം വയസ്സിൽ അമ്മയെ നഷ്ടപ്പെട്ട ഖുഷിക്ക് സുഹൃത്തുക്കളായിരുന്നു പ്രധാന അഭയം. അതിനിടയിലാണ് ഇൻസ്റ്റഗ്രാമിൽ പരിചയപ്പെട്ട ഒരു കൗമാരക്കാരനുമായുള്ള 8 മാസം നീണ്ട സൗഹൃദം പ്രണയത്തിലാവുകയും തുടർന്ന് ഖുഷി ഗർഭിണിയാവുകയുമായിരുന്നു. 4 മാസമായപ്പോഴാണ് താൻ ഗർഭിണിയാണെന്ന വിവരം ഖുഷി തിരിച്ചറിയുന്നതും കാമുകനെ അറിയിക്കുന്നത്. തുടർന്ന് ഇരുവീട്ടുകാരും സംസാരിച്ചുവെങ്കിലും അവിവാഹിത മകൾ ഗർഭിണിയായാൽ സമൂഹത്തിൽ നിന്നും നേരിടേണ്ടി വരുന്ന നാണക്കേടും അപമാനവുമായെന്ന് ഗർഭഛിദ്രം നടത്താൻ ഖുഷിയുടെ വീട്ടുകാർ തീരുമാനിക്കുകയായിരുന്നു. അതിനായി ഖുഷി ഇവർ സമ്മതിപ്പിക്കുകയും ചെയ്തു. ഗർഭഛിദ്രത്തിനായുള്ള ചികിത്സയ്ക്കെന്ന വ്യാജേന ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നുവെന്ന് പറഞ്ഞ് ലോക്പാലും ബന്ധുവും ചേർന്ന് ഖുഷി ആഗ്രയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ആഗ്രയിലെ ബന്ധു വീട്ടിൽ താമസിപ്പിച്ച ശേഷം തൊട്ടടുത്ത ദിവസം രാവിലെ ഖുഷി ഇരുവരും ചേർന്ന് ചമ്പൽ നദിയിലെ ആളൊഴിഞ്ഞ ഭാഗത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ വെച്ച് നദിയിലേക്ക് ചാടി ജീവനൊടുക്കാൻ അച്ഛൻ മകളോട് ആവശ്യപ്പെട്ടു. എന്നാൽ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാമെന്നും കൊല്ലരുതെന്നും ഖുഷി കരഞ്ഞു കെഞ്ചിയെങ്കിലും ഇവർ വഴങ്ങിയില്ല. തുടർന്ന് മകളുടെ കാലിൽ പിടിച്ച് മാപ്പ് അപേക്ഷിക്കുന്നത് പോലെ നിന്ന ലോക്പാൽ തൊട്ടടുത്ത നിമിഷം ഖുഷിയെ നദിയിലേക്ക് തള്ളിയിടുകയും ശ്വാസം നിലയ്ക്കുന്നത് വരെ വെള്ളത്തിൽ മുക്കിപ്പിടിച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നു. കൊലപാതകത്തിന് ശേഷം മകൾ വിഷാദം മൂലം ജീവനൊടുക്കിയതാണെന്ന് വരുത്തി തീർക്കാൻ പ്രതികൾ ശ്രമിച്ചു. ഇതിനായി വെള്ളത്തിൽ നിന്ന് മൃതദേഹം പുറത്തെടുക്കുന്ന ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തി വെക്കുകയും മകൾ ആഗ്രയിൽ വെച്ച് മരണപ്പെട്ടെന്നും അവിടെ വെച്ച് തന്നെ സംസ്കാര ചടങ്ങുകൾ നടത്തിയെന്നും നാട്ടുകാരെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ സംഭവത്തിൽ സംശയം തോന്നിയ അയൽവാസി പോലീസിൽ വിവരം അറിയിച്ചതോടെയാണ് ക്രൂരമായ കൊലപാതകത്തിന്റെ ചുരുളഴിയുന്നത്. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലും ചോദ്യം ചെയ്യലിലും പ്രതികൾ കുറ്റം സമ്മതിക്കുകയായിരുന്നു. ഒടുവിൽ മൃതദേഹത്തിന്റെ കാലിൽ പിടിച്ച് മാപ്പ് അപേക്ഷിക്കുന്ന പ്രതിയുടെ ദൃശ്യങ്ങൾ പോലീസ് ഫോണിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട്. കുടുംബത്തിന്റെ മാനം സംരക്ഷിക്കാനാണ് ഈ കടുങ്കൈ ചെയ്തതെന്ന് അച്ഛൻ പോലീസിനോട് സമ്മതിച്ചു. സംഭവത്തിൽ 2 പ്രതികളെയും അറസ്റ്റ് ചെയ്ത പോലീസ് പെൺകുട്ടിയുടെ മൃതദേഹത്തിനായുള്ള തിരച്ചിൽ തുടരുകയാണ്.